ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ മൂന്ന് കാര്യങ്ങളോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിടത്ത് മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും പരസ്പരം ഒന്നിച്ചാണ് വരാറുള്ളത്. അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ റസൂലിനെയും കൂടി അനുസരിക്കണം എന്ന് അള്ളാഹു ചേർത്തി പറയാറുണ്ട് മിക്ക സ്ഥലങ്ങളിലും. അപ്രകാരം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അതിൻ്റെ കൂടെ അള്ളാഹു ചേർത്ത് വെച്ചു സക്കാത്തിനെ കുറിച്ച്. അഖീമുസ്സലാ വ ആതു സക്കാത്ത്. അപ്പോൾ സക്കാത്തിനെ നമുക്കൊരിക്കലും നിസ്കാരത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. നമ്മുടെ അടിസ്ഥാന മുദ്രയുടെ സമഗ്രതയുണ്ടാകുന്നത് നിസ്കാരവും സക്കാത്തും ചേർന്ന് നിൽക്കുമ്പോഴാണ്. അത്രയും രൂഢമൂലമാണ്, ആഴത്തിലുള്ള ബന്ധമാണ് നിസ്കാരവും സക്കാത്തും തമ്മിലുള്ളത്. കാരണം നിസ്കാരം നമ്മുടെ ആത്മീയതയുടെ പ്രതിനിധാനമാണെങ്കിൽ സക്കാത്ത് നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയുടെ പ്രതിനിധാനമാണ്. വളർന്ന രാഷ്ട്രങ്ങൾക്ക് കൂടി സക്കാത്ത് ഉണ്ടായാൽ മാത്രമേ അവരുടെ രാഷ്ട്രത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.